വിവാദ വ്യവസായിയായ ശശിധരൻ കർത്തയുടെ ഉടമസ്ഥതയിലുള്ള CMRL എന്ന കരിമണൽ കമ്പനിയിൽ നിന്ന് 2,78,00,000 രൂപ പ്രത്യേകിച്ച് യാതൊരു സേവനവും നൽകാതെ മാസപ്പടി ഇനത്തിൽ കൈക്കൂലിയായി കൈപ്പറ്റി എന്ന ആരോപണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് മുൻ മുഖ്യമന്ത്രിയും ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയൻ്റെ മകൾ വീണ വിജയനെതിരെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് അന്വേഷണം നടത്തുന്നത്. ജൂൺ 12-ാം തീയതി ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടും 10ഓളം രേഖകൾ ഹാജരാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടും എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് വീണ വിജയന് സമൻസ് അയച്ചിരുന്നു. എന്നാൽ തനിക്ക് വൈറൽ പനിയാണ് എന്ന് കാണിച്ച ഇമെയിൽ സന്ദേശം പങ്കുവച്ചുകൊണ്ട് ചോദ്യം ചെയ്യലിന് ഹാജരാകുവാൻ കഴിയില്ല എന്നും വീണ വിജയൻ എൻഫോഴ്സ്മെൻറ്റിന് മറുപടി നൽകി. വീണ വിജയൻ അനന്തമായി ചോദ്യം ചെയ്യൽ നീട്ടിക്കൊണ്ടുപോകുവാനുള്ള തന്ത്രമാണ് ആവിഷ്കരിക്കുന്നത് എന്ന് മനസ്സിലാക്കിയ എൻഫോഴ്സ്മെൻറ്റ് അധികൃതർ അവർക്കെതിരെ വീണ്ടും ഒരു സമൻസ് നൽകിയിരിക്കുകയാണ്. ഈ സമൻസ് അനുസരിച്ച് ഈ ബുധനാഴ്ച, അതായത് 17-ാം തീയതി വീണ വിജയൻ ED അധികൃതർക്ക് മുമ്പിൽ ചോദ്യം ചെയ്യലിനായി ഹാജരാകേണ്ടതാണ്. ഇവിടെ സാധാരണഗതിയിൽ സാക്ഷികൾക്ക് മൊഴി കൊടുക്കുന്നതിൽ നിന്ന് ഇളവ് നൽകുന്ന ആനുകൂല്യങ്ങളൊന്നും വീണ വിജയന് EDയിൽ നിന്ന് ലഭിക്കുകയില്ല. കാരണം ഇവരിവിടെ കുറ്റാരോപിതയാണ്, പ്രതിസ്ഥാനത്തേക്ക് എത്തുമെന്ന് സംശയിക്കപ്പെടുന്ന വ്യക്തിത്വമാണ്. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തിലാണ് വീണ വിജയൻ്റെ അക്കൗണ്ടിലേക്ക് ഇത്തരത്തിൽ കരിമണൽ കമ്പനിയിൽ നിന്ന് കോടിക്കണക്കിന് രൂപ എത്തിയത്. CMRL നിന്ന് ലഭിച്ച 2.78 കോടി രൂപ കൂടാതെ ശശിധരൻ കർത്തയുടെയും ഭാര്യയുടെയും ഉടമസ്ഥതയിലുള്ള സ്വകാര്യ ധനമിടപാട് സ്ഥാപനത്തിൽ നിന്ന് ഇതുവരെയും തിരിച്ചടയ്ക്കാത്ത 50 ലക്ഷം രൂപയും വീണയുടെ കൈകളിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ കേസിൽ ഏറ്റവും നിർണായകമാകുക വീണ വിജയൻ യാതൊരുവിധ സേവനങ്ങളും CMRL നൽകിയിട്ടില്ല എന്നതിനുള്ള കൃത്യമായ തെളിവുകളാണ്. വീണ വിജയൻ്റെ എക്സാലോജിക് എന്ന കമ്പനിയുടെ ജീവനക്കാരും അതുപോലെ തന്നെ CMRLലെ IT വിഭാഗത്തിലെ ജീവനക്കാരുമെല്ലാം ഇക്കാര്യം സ്ഥിരീകരിച്ചുകൊണ്ട് പല കേന്ദ്ര ഏജൻസികൾക്കും നേരത്തെ തന്നെ മൊഴികൾ നൽകിയിട്ടുമുണ്ട്. സ്വാഭാവികമായും ഇത്തരത്തിൽ കുറ്റമറ്റ രീതിയിൽ ഒരു അന്വേഷണം നടക്കുമ്പോൾ തെളിവുകളെല്ലാം എതിരാകുന്ന ഒരു പശ്ചാത്തലത്തിൽ വീണ വിജയൻ കള്ളപ്പണ ഇടപാട് കേസിൽ അറസ്റ്റിലാകുവാനുള്ള സാധ്യതകളാണ് നിലനിൽക്കുന്നത്. ഈ ഒരു സാഹചര്യം ഒഴിവാക്കുന്നതിന് വേണ്ടി പിണറായി വിജയൻ അധികാരത്തിലിരുന്ന കാലത്ത് CPM-ഉം BJP-യുമായി ഒരു ഡീൽ ഉണ്ടാക്കിയെന്ന ആക്ഷേപം UDF നേരത്തെ തന്നെ ഉയർത്തിയിരുന്നു. എന്നാൽ അധികാര നഷ്ടം സംഭവിച്ച പിണറായിക്ക് എല്ലാ വിലപേശൽ ശേഷിയും നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇനി മകളെ സംരക്ഷിക്കുവാൻ അദ്ദേഹത്തിന് കഴിയില്ല എന്നത് തന്നെയാണ് വസ്തുത. അതുപോലെ തന്നെ പിണറായി വിജയൻ്റെ മകൾ വീണ മാത്രമല്ല, മകനായ വിവേക് കിരണും സാക്ഷാൽ പിണറായിയും തന്നെ ഈ കേസിൽ പ്രതികളാകുവാനുള്ള സാധ്യതകൾ ചൂണ്ടിക്കാട്ടിച്ചുകൊണ്ട് യുവ കോൺഗ്രസ് നേതാവ് മാത്യു കുഴൽനാടനും ഇതിനോടകം തന്നെ രംഗത്തെത്തിയിട്ടുമുണ്ട്. ഇന്ന് ഈ കേസിൽ ഏറെ നിർണായകമായിട്ടുള്ള ഒരു ദിവസമാണ്. വീണ വിജയൻ്റെ ചോദ്യം ചെയ്യലിന് മുന്നോടിയായി ശശിധരൻ കർത്തയുടെ മകളായിട്ടുള്ള ഷിബി S കർത്തയെ എൻഫോഴ്സ്മെൻറ്റ് അധികൃതർ ഇന്ന് ചോദ്യം ചെയ്യാൻ പോകുകയാണ്. ഷിബി S കർത്തയുടെ സഹോദരനായിട്ടുള്ള ശശിധരൻ കർത്തയുടെ മകനായിട്ടുള്ള ശരൺ S കർത്തയോടും ശശിധരൻ കർത്തയോടും ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ED സമൻസ് നൽകിയിട്ടുണ്ട്. എന്നാൽ ശശിധരൻ കർത്ത തൻ്റെ ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകൾ ചൂണ്ടിക്കാട്ടി ചോദ്യം ചെയ്യലിൽ നിന്ന് ഒഴിവാകുവാനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത്. ശരൺ S കർത്ത ഒരുപക്ഷെ ED ഡയറക്ടർക്ക് മുമ്പിൽ അല്ലെങ്കിൽ ED അധികൃതർക്ക് മുമ്പിൽ ഹാജരായേക്കുമെന്നും സൂചനകൾ പുറത്തു വരുന്നു. ഇന്നത്തെ ദിവസം അതിനാൽ തന്നെ വീണ വിജയന് ഏറെ നിർണായകമാണ്. വീണ വിജയനെ സംബന്ധിച്ചിടത്തോളം ഷിബി S കർത്ത നൽകുന്ന മൊഴികളാണ് അവരുടെ ഭാഗധേയം നിർണ്ണയിക്കുവാൻ പോകുന്നത്. ഷിബി S കർത്തയോട് കൃത്യമായി ED അധികൃതർ ചോദിക്കുവാൻ പോകുന്നത് വീണ വിജയൻ ഏതൊക്കെ സേവനങ്ങളാണ് CMRL കമ്പനിക്ക് അവരുടെ കമ്പനിയിലൂടെയോ അല്ലെങ്കിൽ വ്യക്തിപരമായി ഒരു കൺസൾട്ടൻ്റ് എന്ന നിലയിലോ IT സേവനങ്ങളാണ് ലഭ്യമാക്കിയത് എന്നതാണ്. ഷിബി S കർത്ത എന്ന് പറയുന്ന ശശിധരൻ കർത്തയുടെ CMRLൻ്റെ ഉടമയുടെ മകളായ വ്യക്തി ഈ കമ്പനിയുമായി ബന്ധപ്പെട്ട CMRLുമായി ബന്ധപ്പെട്ട IT ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ചിരുന്ന ആളായതിനാലാണ് ഷിബി S കർത്തയെ ED അധികൃതർ ഈ ചോദ്യം ചെയ്യലിന് വിളിച്ചു വരുത്തിയിരിക്കുന്നത്. സ്വാഭാവികമായും അവരും പ്രതിസ്ഥാനത്തേക്ക് എത്തുവാനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നത് വീണ വിജയനെ സംരക്ഷിക്കുവാനുള്ള തരത്തിലുള്ള മൊഴികൾ നൽകുമ്പോഴാണ്. എന്നാൽ ഇത്തരത്തിൽ ഒരു സ്ത്രീയായിട്ടുള്ള ഷിബി S കർത്ത വീണ വിജയന് വേണ്ടി മുൻ മുഖ്യമന്ത്രിയുടെ മകൾക്ക് വേണ്ടി സ്വയം ഒരു കേസിൽ പ്രതിയാകുന്ന സാഹചര്യം ഉണ്ടാകുവാൻ ഇടയില്ല എന്നാണ് CMRLുമായി ബന്ധപ്പെട്ടിട്ടുള്ള വൃത്തങ്ങൾ കൃത്യമായി പുറത്തുവിടുന്ന വിവരങ്ങൾ. നേരത്തെ തന്നെ CMRLൻ്റെ ഉദ്യോഗസ്ഥരും വീണ വിജയനെ തള്ളിക്കൊണ്ട്, അവരുടെ കമ്പനിയെ തള്ളിക്കൊണ്ട്, ശശിധരൻ കർത്തയുടെ നിലപാടുകളെ തള്ളിക്കൊണ്ട്
വീണ വിജയൻ്റെ ഭാഗത്തുനിന്ന് യാതൊരുവിധ സേവനങ്ങളും ലഭ്യമാക്കിയിട്ടില്ല എന്നും ഇൻകം ടാക്സ് ഇൻ്ററിം സെറ്റിൽമെൻറ്റ് അതോറിറ്റിക്ക് മുമ്പിൽ മൊഴി നൽകിയിരുന്നു. ഇതേ മൊഴി തന്നെ അവർ SFIOയ്ക്ക് മുമ്പിലും ആവർത്തിച്ചിട്ടുണ്ടെന്നാണ് അറിയുവാൻ കഴിയുന്നത്. ഇത്തരത്തിലൊരു മൊഴി EDക്ക് മുമ്പിലേക്ക് എത്തുന്നത് തടയുവാനായിട്ടാണ് CMRL ഈ അന്വേഷണം തടയണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് EDയുടെ അന്വേഷണം തടയണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കേരള ഹൈക്കോടതിയെ സമീപിച്ചിരുന്നത്. എന്നാൽ കേരള ഹൈക്കോടതി ഈ ആവശ്യം നിരാകരിച്ചതോടുകൂടിയാണ് അതിവേഗം പിണറായിയുടെയും വീണയുടെയും വസതികളടക്കമുള്ള കേന്ദ്രങ്ങളിൽ റെയ്ഡ് നടന്നത്. പിന്നീട് വീണയ്ക്ക് സമൻസ് അയച്ചത്, CMRL ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തിയിരിക്കുന്നത്. അതിനാൽ തന്നെ ഷിബി എസ് കർത്ത സാഹചര്യങ്ങൾ പ്രതികൂലമായിരിക്കുന്നത് കൃത്യമായി തിരിച്ചറിയുന്നുണ്ട്. വീണ വിജയൻ്റെ കമ്പനിയിൽ നിന്നോ വീണ വിജയൻ എന്ന വ്യക്തിയിൽ നിന്നും കരിമിനൽ കമ്പനിയായ CMRLന് യാതൊരുവിധ IT സേവനങ്ങളും ലഭ്യമാക്കിയിട്ടില്ല എന്ന ഒരു മൊഴിയെ തന്നെ അവർ നൽകുവാനുള്ള സാധ്യതകളാണ് സജീവമാകുന്നത്. അങ്ങനെ വന്നാൽ കമ്പനി മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഡയറക്ടറായുള്ള ഒരു വ്യക്തിയുടെ ഒരു നിലപാടെന്ന നിലയിൽ, മൊഴി എന്ന നിലയിൽ ഇത് രേഖപ്പെടുത്തിയാൽ വീണ വിജയന് പിടിച്ചു നിൽക്കുവാൻ മറ്റു മാർഗങ്ങൾ ഇല്ലാതാകും എന്ന് തന്നെയാണ് നമ്മൾ വിലയിരുത്തേണ്ടത്. ഈ കരിമിനൽ കമ്പനിയായ CMRL നിന്ന് മാത്രമല്ല, വീണ വിജയൻ, പിണറായി വിജയൻ എന്ന തൻ്റെ പിതാവ് അധികാരത്തിലിരുന്ന കാലത്ത് മാസപ്പടിയായി പണം കൈപ്പറ്റിയതെന്ന വെളിപ്പെടുത്തലുകൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. കരിമിനൽ കമ്പനിയായ CMRL കൂടാതെ തന്നെ വിവിധ വിദ്യാഭ്യാസ ഓവർസീസ് റിക്രൂട്ടിംഗ് സ്ഥാപനങ്ങളിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപ വീണ വിജയൻ കൈപ്പറ്റിയതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആരോപണങ്ങളും തെളിവുകളും നേരത്തെ പുറത്തു വന്നിരുന്നതാണ്. ഇതെല്ലാം ടാക്സ് ഇളവുകൾ നൽകുവാനുള്ള, ടാക്സ് വെട്ടിപ്പിന് കുട പിടിച്ചുകൊണ്ടുള്ള ഒരു നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ട് കൈപ്പറ്റിയ കൈക്കൂലിപ്പണമാണെന്നുള്ള ആക്ഷേപം നേരത്തെ ഉയർന്നു വന്നിരുന്നു. ഇത്തരത്തിൽ CMRLുമായി ബന്ധപ്പെട്ടിട്ടുള്ള മാസപ്പടി അന്വേഷണത്തിൻ്റെ പരിധി ED വർദ്ധിപ്പിക്കുവാനുള്ള സാധ്യതകളുണ്ട് എന്ന് വ്യക്തമാകുന്നുണ്ട്. അതിനുവേണ്ടി തന്നെയാണ് വീണ വിജയനിൽ നിന്ന് അവരുടെ സ്ഥിര നിക്ഷേപങ്ങൾ അടക്കമുള്ള ബാങ്ക് വിശദാംശങ്ങൾ ED ചോദിച്ചിരിക്കുന്നത്. ഇപ്പോൾ നിലവിലുള്ള അക്കൗണ്ടുകൾക്ക് അപ്പുറം കഴിഞ്ഞ 10 വർഷക്കാലത്തിനിടയിൽ വീണ ഉപയോഗിച്ചിട്ടുള്ള എല്ലാ അക്കൗണ്ടുകളുടെയും വിശദാംശങ്ങൾ ഹാജരാക്കുവാൻ അവർ ആവശ്യപ്പെടുന്നുണ്ട്. വിദേശ ബാങ്കുകളിലെ പണമിടപാടുകളെക്കുറിച്ചുള്ള വിവരങ്ങൾ ഹാജരാക്കുവാൻ ആവശ്യപ്പെടുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് വീണയ്ക്കൊപ്പം അടുത്ത ബന്ധുവായ മറ്റൊരാൾ കൂടി വിദേശ ബാങ്കിലെ അക്കൗണ്ടിൽ ജോയിൻ്റ് അക്കൗണ്ട് ഹോൾഡറായിരുന്നു എന്ന വാർത്തകൾ പുറത്തു വരുന്നത്. ഈ ആരോപണങ്ങൾ ഉയർന്ന ഘട്ടത്തിൽ വീണ വിജയൻ്റെ ആദ്യ ഭർത്താവാണ് ആ അക്കൗണ്ടിലെ ജോയിൻ്റ് അക്കൗണ്ട് ഹോൾഡർ എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നുവെങ്കിലും അവർ ഔപചാരികമായി വിവാഹമോചനം നേടിയതിന് ശേഷമാണ് ഈ ഇടപാടുകൾ നടന്നിട്ടുള്ളത് എന്നുള്ളത് കൊണ്ട് തന്നെ അത് ഒരിക്കലും അവരുടെ ഇപ്പോഴത്തെ ഭർത്താവായിട്ടുള്ള മന്ത്രിയായിട്ടുള്ള മുഹമ്മദ് റിയാസ് ആവാൻ സാധ്യതയില്ലാത്തതിനാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകനും വീണയുടെ സഹോദരനുമായിട്ടുള്ള വിവേക് കിരൺ തന്നെയായിരിക്കും വീണയുടെ അക്കൗണ്ടിലെ ജോയിൻ്റ് അക്കൗണ്ട് ഹോൾഡർ എന്ന ഒരു അനുമാനത്തിലേക്കും രാഷ്ട്രീയ വൃത്തങ്ങൾ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇതാരാണ് എന്ന് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന് കൃത്യമായി അറിവുള്ളത് തന്നെയാണ്. അടുത്ത ബന്ധുവാണ് എന്ന വിവരം ED ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത്. അതിനാൽ വീണ വിജയനൊപ്പം പിണറായി വിജയനും വിവേക് കിരണും എല്ലാം ജയിലിലേക്ക് പോകുവാനുള്ള സാഹചര്യമാണ് സംജാതമാകുന്നത്. ഏറ്റവും നിർണായകമാകുവാൻ പോകുന്നത് ശശിധരൻ കർത്തയുടെയും കുടുംബാംഗങ്ങളുടെയും മൊഴി തന്നെയാണ്. ഒരുപക്ഷെ തങ്ങളുടെ മേലുള്ള കുറ്റങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ട് കിട്ടുവാൻ, അതായത് കൈക്കൂലി കൊടുത്തവരേക്കാൾ കൈക്കൂലി വാങ്ങുന്നവർക്കാണ് ശിക്ഷ എന്നുള്ളത് കൊണ്ട് തന്നെ ശശിധരൻ കർത്തയും കുടുംബാംഗങ്ങളും മാപ്പ് സാക്ഷികളാകുവാനുള്ള ഒരു ശ്രമം പോലും നടത്തിക്കൂടായികയില്ല. ഇതിനൊരുപക്ഷെ കേന്ദ്ര ഏജൻസികൾ അനുമതി നൽകുവാനും സാധ്യതകളുണ്ട്. കാരണം ഇത്തരത്തിൽ അവർ കൈക്കൂലി നൽകിയ പണം കള്ളക്കണക്കുകളായി രേഖപ്പെടുത്തിയപ്പോൾ ഇൻകം ടാക്സ് അധികൃതർ അത് കണ്ടെത്തുകയും അതിൻ്റെ പേരിൽ ഭീമമായ ഒരു തുക കർത്തയ്ക്കും കുടുംബാംഗങ്ങൾക്കും മേൽ ചുമത്തിയിട്ടുണ്ട്. അതുപോലെ CMRL എന്ന കമ്പനിക്ക് മേൽ ചുമത്തിയിട്ടുണ്ട്. ഭീമമായ ഒരു പിഴ ഇനത്തിലാണ് കമ്പനിയിൽ നിന്ന് തുക ഈടാക്കിയിരിക്കുന്നത്. അതിനാൽ കർത്തയ്ക്ക് വേണമെങ്കിൽ സാങ്കേതികമായി താൻ ചെയ്ത തെറ്റിനുള്ള ശിക്ഷ താൻ അനുഭവിച്ചു കഴിഞ്ഞു, താൻ പെനാൽറ്റി അടച്ചു കഴിഞ്ഞു എന്നൊരു വാദമുഖം അവതരിപ്പിക്കുവാനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നുണ്ടെന്നും നിയമവിദഗ്ധർ വ്യക്തമാക്കുന്നുണ്ട്. അതിനാൽ തന്നെ എല്ലാ കെണിയൊരുങ്ങുന്നതും ഇവിടെ വീണ വിജയന് തന്നെയാണ്. ശശിധരൻ കർത്തയുടെ മകളായ ഷിബി എസ് കർത്ത ഇന്ന് EDക്ക് നൽകുന്ന മൊഴിയിൽ വീണ വിജയനെ തള്ളിപ്പറഞ്ഞാൽ, ഈ കൈക്കൂലി ഇടപാട് സ്ഥിരീകരിച്ചാൽ അവർക്ക് നാമമാത്രമായ ഒരു ശിക്ഷ മാത്രമേ പരമാവധി ലഭിക്കുവാനുള്ള സാധ്യതയുള്ളൂ. എന്നാൽ വീണയുടെ കാര്യം അങ്ങനെയല്ല. വീണയുടെ അച്ഛനായ പിണറായി വിജയൻ്റെ കാര്യം അങ്ങനെയല്ല. വീണയുടെ സഹോദരനായിട്ടുള്ള വിവേക് കിരണിൻ്റെയോ വീണയുടെ ഭർത്താവായിട്ടുള്ള മുഹമ്മദ് റിയാസിൻ്റെയോ കാര്യം അങ്ങനെയാവില്ല. കാരണം ഇത് കൃത്യമായി കൈക്കൂലിയാണ്, അധികാര ദുർവിനിയോഗമാണ്. പിണറായി വിജയൻ്റെയും മുഹമ്മദ് റിയാസിൻ്റെയും MLA സ്ഥാനം പോലും തെറുക്കാനിടയാക്കുന്ന ഒരു കേസായി ഈ കേസ് രൂപാന്തരപ്പെടുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഒരുങ്ങിയിരിക്കുന്നത്. ഈ വിവരങ്ങൾ പ്രേക്ഷകർക്കായി പങ്കുവെച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.